അറിഞ്ഞില്ലേ നിങ്ങള്? ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം. വാ കാണിച്ചു തരാം. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. अगले 25 साल में पूरा भारत एक इस्लामिक स्टेट होगा. हमारा काम है हिंदू लड़कियों को अपना बनाना. അയ്യ അത് നല്ല വിചാരമായി പോയി. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ. എപ്പോഴെപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടൊന്നുമില്ല. मैं कन्वर्ट नहीं होंगी. हाँ और वैसे भी मैं इन सब चीजों में बिलीव नहीं करता. अगर तुम्हें नहीं करनी शादी तो रुक जाते हैं, और अगर हम पे भरोसा है तो कर लेते हैं. मेरा सलीम ऐसा नहीं है. हमारे यहाँ ये सब नाच गाना हराम है. ബോറായോ? ഇല്ല, മനോഹരമായി. കുറച്ച് ഓവറായോ എന്നൊരു ഡൗട്ട്. നിനക്ക് കാര്യം അറിയണല്ലേ? കാര്യം वो लिबरल जर्नलिस्ट कहाँ गया जो रिलीजन में बिलीव ही नहीं करता था? ഞങ്ങളുടെ പെൺമക്കൾ അടുത്ത ഇരയാകും മുമ്പ് 27-ാം തീയതി സിനിമ കണ്ട് വിജയിപ്പിക്കൂ. हमें आपसे कुछ नहीं चाहिए, बस एक आवाज, एक सपोर्ट. എന്തെങ്കിലും സത്യമുണ്ടോ? രണ്ടു കൂട്ടരും ചെയ്യുന്നത് ഇന്ത്യ എന്ന് പറയുന്ന മതേതര രാഷ്ട്രത്തെ ഒരു മതത്തിന്റെ രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമമാണ്. लेकिन बीफ नहीं खाऊंगी. എങ്ങനെയുണ്ട് എന്റെ ട്രീറ്റ്മെന്റ്? മൊയിലാളി ആര്? സംഭവം ശരിയാണ്, ഫാക്ട്സ് ഉണ്ട്. വളരെ കുറച്ച് പേര് ഇങ്ങനെ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് വളരെ ജനറലൈസ് ചെയ്തിട്ട് ഒരു സിനിമയിൽ കാണിക്കുന്ന സമയത്താണ് അതിന്റെ അപകടം വരുന്നത്. ഇപ്പൊ മനസ്സിലായാന്ന്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന പുരോഗമനവാദികളും ഇടതുപക്ഷക്കാരും എല്ലാ ആളുകളും തന്നെ ഈ സിനിമയെ എതിർക്കാനും ഇതൊരു പ്രൊപ്പഗാൻഡ സിനിമ എന്ന നിലയ്ക്ക് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഇതിനെ കംപ്ലീറ്റ്ലി എതിർക്കാനും കാരണം ഇതൊക്കെ സ്ഥിരം ഏർപ്പാടാണ്. ഇതൊക്കെ നമ്മൾ എത്ര കാണുന്ന മനസ്സിൽ കൊല്ലക്കടയിലാണ് സൂചി വിൽപ്പന. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ